കരുതിയിരുന്നോളൂ, നിങ്ങളുടെ ചെയ്തികൾക്ക് തിരിച്ചടി ഉറപ്പ്. ഗസയിൽ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലിന് നേരെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി അസാദാത്തി എന്ന ഇബ്രാഹിം റയീസി നൽകിയ താക്കീതുള്ള വാക്കായിരുന്നു ഇത്. ഇസ്രായേൽ നരവേട്ടക്കെതിരെ ശബ്ദമുയർത്താൻ പലരും മടിച്ചു നിന്നപ്പോഴാണ് താക്കീതുമായി അദ്ദേഹം രംഗത്തെത്തിയത്. പലരും തങ്ങളുടെ പ്രതികരണം പ്രസ്താവനകളിൽ ഒതുക്കിയപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ പോലും ഇറാൻ തയ്യാറായി. ഏപ്രിൽ 1 സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി 13 നടത്തിയ പ്രത്യാക്രമണം രാജ്യം ശിക്ഷ നൽകുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരായി ദമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകിയ ശിക്ഷയായിരുന്നു ഇത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ ഇസ്രായേലിനെതിരെ ആ ആക്രമണം നടത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈയുടെ പിൻഗാമിയായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. നിരവധി ഉന്നത പദവികളിൽ റയീസിയെ നിയമിച്ചത് ആയത്തുള്ള അലി ഖാംനഈ ആയിരുന്നു. എല്ലാ മേഖലയിലുമുള്ള ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുമായും പട്ടാള മേധാവികളുമായും ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു റയീസി. ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഏറ്റവും വലിയ ഷിയ തീർത്ഥാടന കേന്ദ്രവുമായ മഷ്ഹദിൽ 1960 റയീസിയുടെ ജനനം. 5-ാം വയസ്സിൽ പിതാവ് മരിച്ച റയീസി 1979 ആയത്തുള്ള റൂഹുള്ള ഖാംനഈ നയിച്ച ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായി. ഇറാൻ ജുഡീഷ്യറിയിലും മതേതരത്വത്തിലും ആഴത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. 15-ാം വയസ്സിൽ വിഖ്യാതമായ ഖൂം മതകലാലയത്തിൽ പഠിക്കാൻ എത്തിയ റയീസി അന്നത്തെ പ്രമുഖരായ നിരവധി പണ്ഡിതന്മാരുടെ കീഴിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 25-ാം വയസ്സിൽ ടെഹ്റാൻ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായാണ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. 1988 രാഷ്ട്രീയ തടവുകാർക്ക് കൂട്ടത്തോടെ വധശിക്ഷ വിധിച്ച 4 ജഡ്ജിമാരിൽ ഒരാളുകൂടിയായിരുന്നു റയീസി. ഇത് അദ്ദേഹത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അനഭിമതനാക്കി. ഇറാന്റെ പ്രഥമ പരമോന്നത നേതാവായ ആയത്തുള്ള റൂഹുള്ള ഖാംനഈയുടെ മരണത്തെ തുടർന്ന് 1989 ടെഹ്റാന്റെ പ്രോസിക്യൂട്ടറായി നിയമിതരായി. പിന്നീട് ജുഡീഷ്യറി ഉപമേധാവിയായ അദ്ദേഹം 2014 ഇറാൻ പ്രോസിക്യൂട്ടർ പദവിയിലും എത്തി. 2 വർഷം കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും ശക്തമായ മതസ്ഥാപനമായ ആസ്ഥാനെ ഖുദ്സ് റിസവിയുടെ തലപ്പത്ത് ആയത്തുള്ള ഖാംനഈ അദ്ദേഹത്തെ നിയമിച്ചു. 2017 ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ്. പ്രസിഡന്റ് പദവിയിൽ 2-ാം ഊഴം തേടിയിറങ്ങിയ ഹസൻ റുഹാനിയോടാണ് അന്ന് റയീസി പരാജയപ്പെടുന്നത്. പാശ്ചാത്യ ശക്തികളുമായി റുഹാനി ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്ന കരാർ ഒപ്പിട്ടതിൻ്റെ കടുത്ത വിമർശകനായിരുന്നു റയീസി. 2019 ജുഡീഷ്യറി മേധാവി പദവിയിലെത്തിയ റയീസി 2 വർഷത്തിന് ശേഷം 2021 ജൂണിൽ 62% വോട്ടുകൾ നേടി പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുകയാണ്. ശക്തമായ മതരാഷ്ട്രീയ നിലപാടുകളുള്ള വ്യക്തിയായി വിലയിരുത്തപ്പെടുന്ന നേതാവ് കൂടിയാണ് ഈ റയീസി. അദ്ദേഹം അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി ഉപരോധം വീണ്ടും പ്രഖ്യാപിക്കുന്നത്. ആണവ കരാർ ദുർബലപ്പെട്ടതോടെ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കുമെന്ന് റയീസി പ്രഖ്യാപിക്കുകയാണ്. ചൈനയുമായും റഷ്യയുമായും ഇറാൻ കൂടുതൽ അടുത്തതും റയീസിയുടെ കാലത്ത് തന്നെയാണ്. യുക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യക്ക് ആയുധങ്ങളടക്കം നൽകി ഇബ്രാഹിം റയീസി പൂർണ്ണ പിന്തുണ നൽകുന്നത് യൂറോപ്പിനെയും പ്രകോപിപ്പിക്കുന്നുണ്ട്. നിലപാടുകളിലെ കാർക്കശ്യക്കാരനായ അദ്ദേഹത്തിൻ്റെ അപകട മരണം പലതരം ഊഹാപോഹങ്ങൾക്കും ഇപ്പോൾ വഴി തെളിയിക്കുകയാണ്. സംഭവിച്ചത് അപകടമോ അട്ടിമറിയോ ആകസ്മികമായതോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.